സാമൂഹ്യ വനവൽക്കരണ വിഭാഗം കോഴിക്കോട് ഡിവിഷന്റെയും കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് മാനേജ്മെന്റ് കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പുതുലഹരിയുടെ പുതുവഴികൾ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസും KVCR എക്കോ ടൂറിസം ഏരിയ സീറോ വേസ്റ്റ് മേഖലയായി പ്രഖ്യാപനവും സംഘടിപ്പിച്ചു. പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ അരുൺ കെ പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ഉത്തരമേഖല കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആർ കീർത്തി മുഖ്യാതിഥിയായി. അരുൺ പറഞ്ഞ പോലെ നിങ്ങളുടെ കുടുംബത്തിലേക്കും അടുത്തുള്ള വീട്ടുകാർക്കും അത് എത്തിക്കണം. അതിന്റെ ആ ഒരു അവയർനെസ്. അത് മാത്രമല്ല, ഈ ഒരു പരിപാടി ഇത്രയും ഭംഗിയായിട്ടുള്ള അറേഞ്ച് ചെയ്ത എല്ലാവർക്കും ആദ്യം നല്ലൊരു അപ്രീസിയേഷൻ. എന്തായാലും ഈ പരിപാടിക്ക് ഞാൻ എല്ലാ ആശംസകളും നേരുന്നു. എല്ലാ ഭാഗങ്ങളും ഇനി നിങ്ങൾക്ക് ഒരുപാട് പരിപാടികൾ നടക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കണം. കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് മാനേജ്മെന്റ് കമ്മിറ്റി അംഗം ഷൺമുഖൻ പിലാക്കാട്ട് അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യ വനവൽക്കരണ വിഭാഗം എക്സ്റ്റൻഷൻ അസിസ്റ്റന്റ് കൺസർവേറ്റർ AP ഇംതിയാസ്, സാമൂഹിക വനവൽക്കരണ വിഭാഗം കോഴിക്കോട് ഡിവിഷൻ അസിസ്റ്റന്റ് കൺസർവേറ്റർ സത്യപ്രഭ, കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് മാനേജ്മെന്റ് കമ്മിറ്റി അംഗം O ഭക്തവത്സലൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതുലഹരിയുടെ പുതുവഴികൾ എന്ന വിഷയത്തിൽ ഫറോക്ക് എക്സൈസ് റേഞ്ച് ഓഫീസിലെ പ്രിവന്റീവ് ഓഫീസർ N ജലാലുദ്ദീൻ, മലപ്പുറം പ്രിവന്റീവ് ഓഫീസർ P ബിജു എന്നിവർ ക്ലാസുകൾ എടുത്തു. ഈ ഒരു പുതുലഹരി ഉണ്ടാക്കുന്ന ചില പുതിയ പ്രശ്നങ്ങൾ, അതിന്റെ ചില പുതിയ വഴികൾ, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രോഗ്രാമിന് അതിന്റെ ഒരു പേരിനാനുള്ള ഒരു കാരണം. പുതുലഹരിയുടെ കാര്യം, പഴയ ലഹരികളെ കുറിച്ചും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞ് കേട്ട് ഇഷ്ടംപോലെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ പുതുലഹരിയുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ലഹരി വസ്തുക്കളൊക്കെ അപേക്ഷിച്ച് ഇപ്പൊ ഉണ്ടായിരുന്ന ഈ ഒരു രാസലഹരിയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ സത്യം പറയല്ല, മുമ്പൊക്കെ ഞങ്ങൾ കുട്ടികൾക്ക് ക്ലാസ്സുകൾ എടുക്കാൻ പോകുമ്പോൾ അത് ഏത് പ്രായത്തിലുള്ള കുട്ടികളാവട്ടെ, ഏത് പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിലും അന്നൊക്കെ ഉണ്ടായിരുന്ന ലഹരി വസ്തുക്കൾ, അതായത് സിഗരറ്റ്, ഹാൻസ്, പാൻപരാഗ്, മദ്യം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ഇതൊക്കെ ഉപയോഗിക്കുമ്പോണ്ടാകുന്ന അസുഖങ്ങളും അതുണ്ടാക്കുന്ന മാനസിക, സാമൂഹിക, ശാരീരിക പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് സത്യം പറയട്ടെ, ഇന്നുള്ളതിനേക്കാളും വലിയൊരു പ്രതീക്ഷ അന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്റെ വാക്ക് കേൾക്കുന്നവരാരും ഇനി ഇത് ഉപയോഗിക്കില്ല എന്നുള്ളതൊന്നും അല്ല, മറിച്ച് അതിനേക്കാളും വലിയൊരു പ്രതീക്ഷ മറ്റൊന്നുമല്ല, ഇച്ചിരി കാലം കൂടെ ബാക്കിയുണ്ടല്ലോ എന്നുള്ളതായി. സത്യമല്ലേ? അന്നൊക്കെ ഉണ്ടായിരുന്ന ഈ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ആരും മരിച്ചിട്ടൊന്നുമില്ല. ഉണ്ടോ? ഒരു സിഗരറ്റ് വലിച്ചതിന്റെ പേരിൽ, മദ്യപിച്ചതിന്റെ പേരിൽ ആരും പെട്ടെന്ന് മരിച്ചിട്ടൊന്നുമില്ല. ACV ന്യൂസ്, കോഴിക്കോട്.